അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ലോകത്ത് മനുഷ്യർക്ക് സംസ്കാരത്തോടുകൂടെ ജീവിക്കാൻ, മൃഗസമാനതകളിൽ നിന്നും വ്യത്യസ്തനാവാൻ മനുഷ്യന് നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു വലിയ ഘടകമാണ് അറിവ് എന്നുള്ളത്. അറിവിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ലോകത്ത് ധാരാളമാണ്. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ആഹാരം പോലെ തന്നെ അനിവാര്യമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അറിവിൻ്റെ മേഖലകൾ എന്നുള്ളത്. ഇത് ലോകം മുഴുവൻ ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. പരമജ്ഞാനിയായ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണം അല്ലാം എന്നാണ്, അലീം എന്നാണ്. അല്ലാഹു ഇൽമ് ആണ്. അങ്ങനെയുള്ള അല്ലാഹു ഇറക്കിത്തന്ന വിജ്ഞാനം അല്പം മാത്രമാണ്. ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിത്തന്നത് ആ വിജ്ഞാനം അതൊരല്പം മാത്രം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ അല്പത്തിൽ തന്നെ മനുഷ്യൻ എത്രയോ അല്പത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ജ്ഞാനത്തിന്റെ ഗോപുരങ്ങൾ കീഴടക്കുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ശ്രമകരമായ ഭാഗമായി തന്നെ കാണണം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തുകളിലൂടെ ഈ വസ്തുത നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ കുറിച്ച്, റൂഹിനെ കുറിച്ച്, മനുഷ്യന് ഇതുവരെ പിടികിട്ടാത്ത ആ പ്രതിഭാസത്തെക്കുറിച്ച് ചോദിച്ചു വരുന്ന ഒരു ഘട്ടം. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽപ്പെട്ടതാണ് റൂഹ് എന്നുള്ളത്. അവിടെ തന്നെ നിഗൂഢമായി കിടക്കുന്ന ഒരു അറിവിന്റെ മേഖലയെ പറയാണ്. ആത്മാവിനെ കുറിച്ച്, ജീവനെ കുറിച്ച്, റൂഹിനെ കുറിച്ച് മനുഷ്യൻ തേടി വരുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ഇൽമിന്റെ പരമ ലക്ഷ്യത്തിൽ ആത്മാവിനെ കുറിച്ചുള്ളതായ അറിവുകൾ അവിടെ ആ ഒരു ഏരിയയിൽ മാത്രം, അള്ളാഹുവുമായി ബന്ധപ്പെട്ട് വരുന്നിടത്ത് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കാം. ഇൽമ് എന്നത് വളരെ അല്പം മാത്രം ആ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നിഗൂഢമായി കിടക്കുന്ന ശാസ്ത്രം ഇനിയും കീഴടക്കാത്ത ഒരുപാട് മേഖലകൾ മനുഷ്യന്റെ മുന്നിൽ ഉണ്ടെന്നും അതിന്റെ എല്ലാം വാതായനങ്ങൾ തുറന്ന് മനുഷ്യൻ ജ്ഞാനത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തിൽ അവസാനം എത്തിപ്പെടുന്നത് അല്ലാഹു എന്ന യാഥാർത്ഥ്യത്തിലാണെന്നും ഈ ആയത്ത് സൂചിപ്പിക്കണം. വിജ്ഞാനത്തിൽ ഭൗതികമെന്നും ആത്മീയമെന്നും രണ്ടായി തരംതിരിച്ചു പറയപ്പെടുന്നത് തുടങ്ങിയത് ഈ സമീപകാലത്ത്. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭൗതിക ജ്ഞാനം, ആത്മീയ ജ്ഞാനം എന്ന് പറഞ്ഞ് അറിവിനെ രണ്ടായി തരംതിരിച്ച് കാണുന്നത് ഈ സമീപകാലം മുതൽക്കാണ്. അതിന്റെ പശ്ചാത്തലം നമ്മുടെ സൗകര്യങ്ങളുടെ പിന്നാലെ നാം പോയപ്പോൾ നാം അറിയാതെ സ്വാർത്ഥരായി മാറിയെന്നതാണ്. അള്ളാഹുവും റസൂലും ഒരിക്കലും അറിവിനെ രണ്ടായി പറഞ്ഞിട്ടില്ല. ഭൗതികമെന്നും ആത്മീയമെന്നും രണ്ടായി പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ ശൗചാലയത്തിലേക്ക് പോകുമ്പോൾ അവന്റെ പാദുകം ധരിക്കണം, അവൻ തല മറയ്ക്കണം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളുടെ അധ്യാപനമാണ്, പരിശുദ്ധ ഹദീസാണ്. ഒരു മതബോധം എന്നത് ആ ഒരു ഉപയോഗത്തിലും ആ ഒരു ശീലത്തിലും, അതായത് പാദരക്ഷ ധരിക്കുക, തലമറയ്ക്കുക പോലെയുള്ള ശീലത്തിലേക്ക് ഒരു മതബോധം മനുഷ്യനെ നിർബന്ധിക്കുമ്പോൾ അവിടെ ഒരു വലിയ നിഗൂഢമായി കിടക്കുന്ന ഒരു അറിവുണ്ട്. ആധുനികന്റെ ഭാഷയെ പറഞ്ഞാൽ ബാക്ടീരിയകളും മറ്റു രോഗാണുക്കളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് രോമകൂപങ്ങൾ വികസിക്കുമ്പോൾ, മലമൂത്ര വിസർജന നേരത്തെ രോമകൂപങ്ങൾ വികസിക്കുമ്പോൾ ശിരസിലൂടെ അടക്കം, ശിരസ് വഴിയും രോഗാണുക്കൾ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പാദരക്ഷയും തലമറയ്ക്കലുമൊക്കെ ഒരു ഭൗതിക ചിന്തയിൽ ഒരു മനുഷ്യനെ ബോധവൽക്കരണം നടത്താണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒരു ലക്ഷ്യത്തിലാണ്.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ ആ ഭാഗത്തേക്ക് വരുന്നോടത്ത് അതിനെ ആത്മീയമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താണ്. എന്താണ് അതിന്റെ കാര്യം? അള്ളാഹുവിനെ കണ്ടെത്തലാണ് ഏതൊരു അറിവിന്റെയും പിന്നിലുള്ളത്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, വെള്ളം എന്ന് പറയുന്ന നാം നിത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ പദാർത്ഥത്തിന്റെ രാസഘടന തന്നെ നോക്കൂ. H2O ആണ്. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ആണ്. വിറക് കത്തുന്ന പോലെ കത്തുന്ന ഹൈഡ്രജനും പെട്രോൾ കത്തുന്ന പോലെ കത്താൻ സഹായിക്കുന്ന ഓക്സിജനും. സത്യത്തിൽ ഇത് രണ്ടും സംഗമിക്കുമ്പോൾ ഒരു വലിയ ആളിക്കത്തൽ പ്രതീക്ഷിക്കുന്നോടത്ത് ആളിക്കത്തുന്നതിനെ അണച്ചു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജലം ജന്മമെടുക്കാണ്. ഈ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ, ആ മൂലകങ്ങളുടെ ഇടയിലുള്ളതായ ഒരു കെമിസ്ട്രി, അതാണ് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെത്തിക്കാം. പാരമ്പര്യമായി ഈശ്വര നിഷേധിയായിരുന്ന അലൻസ് ക്യൂ പീറ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ഒരു ദൈവവിശ്വാസിയായത് ഈ ഒരു ഘടനയെ, ജലത്തിന്റെ രാസഘടനയെ കുറിച്ച് ആലോചിച്ചപ്പോഴാണെന്ന് ആധുനികർ എഴുതി വച്ചിരിക്കുന്നു. അത്രത്തോളം ഏതൊരു ജ്ഞാനത്തിന്റെയും അറ്റത്തേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ അള്ളാഹുവിനെ കാണാൻ നമ്മൾ നിർബന്ധിതനായി മാറുകയാണ്. ഈ അവസ്ഥയെ ഏതൊരു ജ്ഞാനത്തിലും നമുക്ക് കാണാൻ കഴിയും. പിന്നെന്തിനാ ഇതിനെ ഭൗതികമെന്നും ആത്മീയമെന്നും നമ്മൾ വേർതിരിച്ചത്? ഒരു യഥാർത്ഥ ജ്ഞാനി നിർബന്ധിതനായി തീരാണ്. അവന്റെ ജ്ഞാന സഞ്ചാരത്തിൽ അവൻ അള്ളാഹനെ കണ്ടെത്താൻ നിർബന്ധിതനായി തീരാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടു പോവാണ്. അതിലേക്ക് എത്തുന്നില്ല, നമ്മൾ പരിമിതപ്പെട്ടു പോവാണ്. നമ്മൾ നേട്ടങ്ങളുടെ പിന്നാലെ മാത്രം. ഒരു കോഴ്സ് ഒരു വിദ്യാർത്ഥി പഠിച്ചു പൂർത്തീകരിക്കാൻ ആ കോഴ്സിന് ശേഷമുള്ള ഒരു വരുമാനം ലക്ഷ്യമാക്കിയിട്ടാണ്. അങ്ങനെയാണ് ഇന്നത്തെ ജ്ഞാന സമ്പാദ്യങ്ങൾ മുഴുവൻ. അങ്ങനെയാണ് ഒരാളൊരു കോഴ്സ് പഠിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥി ഒരു മേഖല തെരഞ്ഞെടുക്കുമ്പോൾ അതിലൂടെ ഫ്യൂച്ചറിൽ എത്രമാത്രം പണം സമ്പാദിക്കാൻ കഴിയുമെന്ന ജോലി സാധ്യത കൂടി മനുഷ്യൻ പരിഗണിക്കുമ്പോൾ, നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ സ്വാർത്ഥനായി മാറിയപ്പോൾ മതബോധത്തെ വേഗത്തിൽ ഓർമ്മപ്പെടുത്തുന്ന അറിവിനെ ആത്മീയമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഒരു രണ്ടാം തരം. എന്നാൽ പരിശുദ്ധമായ ഖുർആനും ഹദീസും പറഞ്ഞ അത്തരം അറിവുകളിലേക്ക്, ഒരു പുതിയ രീതിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന അറിവിനെ ഭൗതികം എന്നും, അതിലൂടെ ഒരു ജോലി സാധ്യത, ഒരു വരുമാന മാർഗത്തിന്റെ പ്രതീക്ഷ, ഇതൊക്കെയായി മനുഷ്യൻ രണ്ടായി തിരിച്ചപ്പോ അടിസ്ഥാനപരമായി ഇത് രണ്ടും ഒന്നിലേക്കാണ് എത്തിപ്പെടേണ്ടത് എന്ന ഒരു ബോധം മനുഷ്യൻ മറന്നുപോയിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിലാണ് ഏതൊരു ജ്ഞാനവും അവസാനം ചെന്ന് ചേരുന്നത്. അതിന്റെ ദിശയും ലക്ഷ്യവും അങ്ങോട്ട് തന്നെയാണ്. ഇത് എന്റെ വക പറഞ്ഞതല്ല. ലോകത്ത് വന്നു പോയ ഒരുപാട് ആളുകൾ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവിന്റെ ഗോപുരമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ ദിവസവും ദുആ ചെയ്തത് ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, റളിയല്ലാഹു അൻഹ. മഹാനായ ഇമാം ഇബ്നു അസാകിർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഹില്യയിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബിയുടെ ഒരു പതിവായുള്ള ഒരു പ്രാർത്ഥന, ഇദാ അതാ അലയ്യ യൗമുൻ ലാ അസ്ദാദ് ഫീഹി ഇൽമ യുഖർരിബുനി ഇലല്ലാഹ് ഫലാ ബൂരിക ലി ഫീ തുലൂഇ ശംസ് ദാലികൽ യൗം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രഭാതവും അവിടത്തേക്ക് എത്തുമ്പോ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ലാ എന്നത് അറബി വ്യാകരണം അനുസരിച്ച് സായിദയാണ്, അധികം പറഞ്ഞതാണ്. ഓരോ പ്രഭാതവും എന്നിലെത്തുമ്പോൾ, ഓരോ ദിവസവും എന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസത്തിൽ ഞാൻ അള്ളാഹുവോട് ഇൽമ് ചോദിച്ചിട്ടല്ലാതെ ഇല്ല എന്നാണ്. എന്തിനാണ് ഇൽമ്? ആ ഇൽമ് യുഖർരിബുനി ഇലല്ലാഹ്, ഇൽമിന്റെ ലക്ഷ്യമായ അള്ളാഹുവിലേക്ക് എന്നെ ആ അറിവ് എത്തിക്കും. അങ്ങനത്തെ അറിവാ ഞാൻ അള്ളാഹുവോട് ചോദിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അറിവിന്റെ ലക്ഷ്യം അള്ളാഹുവാണ്. അവിടേക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അറിവിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന കലാലയങ്ങളുടെയൊക്കെ സമാരംഭ ദിശയിലൊക്കെ ഈ ഒരു ബോധം ഒരല്പമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവൽ എപ്പോഴും നല്ലതാണ്. ഏതൊരു വിദ്യാഭ്യാസത്തിനും അള്ളാഹുവിന്റെ ദീൻ പ്രോത്സാഹനമേ തന്നിട്ടുള്ളൂ, ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എന്തിനാ ഈ പ്രപഞ്ചം തന്നെ പഠിച്ചത്? ഭൗതികമായ ഒരു ചുറ്റുപാടിനെ പറഞ്ഞിട്ട് പറയുന്നു അതേക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ അള്ളാഹുലേക്ക് എത്തുന്ന ഖുർആൻ അത് പറഞ്ഞത്.
ഈ പ്രപഞ്ചത്തിന്റെ നാം കാണുന്ന ഭൗതികമായ ചുറ്റുപാടുകളെ അള്ളാഹു അവതരിപ്പിച്ചിട്ട് പറയാ, ഇതൊക്കെ നിങ്ങൾ അറിയണം, ഇതൊക്കെ പഠിക്കണം, അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിത്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. ആരാണ് അല്ലാഹ്? അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ആരാണ് അല്ലാഹ്? അല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിത്ലഹുൻ. 7 ആകാശങ്ങളെ പടച്ചവനാവൻ, ഭൂമിയെ 7 തട്ടുകളായി നിർണയിച്ചവനാവൻ. 7 ഫലകങ്ങളാവാം, തട്ടുകളാവാം, 7 ആവാം. അതായത് ഒരു ജോഗ്രഫിക്കൽ തത്വങ്ങൾ മുന്നിൽ വെച്ചിട്ട്, ഭൗതികമായ ചുറ്റുപാടുകളെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഭൂമിശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു വലിയ ആലോചനാ വിപ്ലവത്തിന്റെ തിരിക്ക് തീ കൊളുത്തിയിട്ട് അള്ളാഹു ഇതെല്ലാം പറഞ്ഞിട്ട് പറയാ, യതനസ്സലുൽ അംറു ബൈനഹുൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇത് നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. ആകാശവും ഭൂമിയും ഭൗതിക ചുറ്റുപാടുകളും പറഞ്ഞിട്ട് പറയാണ്, ലിതഅലമൂ. എന്തിനു വേണ്ടിയാണ് ഇതിന്റെയൊക്കെ സൃഷ്ടിപ്പെന്നറിയോ? ലിതഅലമൂ, നിങ്ങൾ അറിവ് തേടാൻ വേണ്ടി. ഏതറിവ്? ഏത് അറിവായാലും അറിവ് തേടി തേടി അതിന്റെ അറ്റം എത്തണേ. അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹയാണെന്ന ബോധത്തിൽ, എല്ലാം അല്ലാഹുടെ കഴിവിലാണ് എന്ന ബോധത്തിൽ നിങ്ങൾ അറിവുള്ളവരാവാൻ വേണ്ടിയ ഒരു ഭൗതിക ചുറ്റുപാടിനെ പറഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ. ഇത് തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഈ ആശയങ്ങളോടൊപ്പം തന്നെയല്ലേ ഭൗതികർ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന ആധുനിക സയൻസിന്റെ ഏറ്റവും വലിയ രത്ന തുടിപ്പ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ പോലും അദ്ദേഹത്തിന്റെ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്ന് പറയുന്ന പുസ്തകം ഗൂഗിളിൽ നമുക്ക് കിട്ടും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടും അനുഭവവും അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. നിലപാടും അനുഭവവും ഒരാത്മീയതയെ മാറ്റി നിർത്തിയിട്ട് എവിടൊക്കെ നമ്മൾ പായുന്നത്? എത്ര ലക്ഷക്കണക്കിന് രൂപയാ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ രക്ഷിതാക്കൾ പൊടിക്കുന്നത്. എന്നിട്ടോ സംസ്കാരങ്ങളുണ്ടോ? സംസ്കാരം ഇല്ലല്ലോ. അള്ളാഹുവിനെ കണ്ടെത്താൻ അറിവുകളിൽ സാധ്യമല്ലാതെ പോരുന്നിടത്ത സംസ്കാരം കിട്ടാതെ വരുന്നത്. ഈശ്വരനായ അള്ളാഹു, I maintain that the cosmic religious feeling is the strongest and noblest incitement to the scientific research എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, ഒരു ബ്രഹ്മാണ്ഡ അനുഭൂതി, എവിടെയോ ഏതോ ഒരു ശക്തി ഇതിനെല്ലാം നിയന്ത്രിക്കുന്നു എന്നൊരു തോന്നൽ. ആ തോന്നലാണ് അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും പ്രേരണയും പ്രചോദനവും കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലുകളുടെ പിന്നിൽ ഒരു ഇലാഹി സ്പർശം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. കണ്ടംപററി ഹാസ് സെഡ് നോട്ട് അഡ്ജസ്റ്റ്ലി. സമകാലികനായ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും നീതിപൂർവം പറഞ്ഞ പലതിനെയും അദ്ദേഹം ഓർത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ കാര്യങ്ങളെ കണ്ടെത്തിയവർ, അവർ മിക്കവാറും the serious scientific workers are the only profoundly religious people. മതവിശ്വാസികളായിരുന്ന ആളുകളാണ് വലിയ വലിയ കണ്ടെത്തലുകളെ ലോകത്തിന് സമ്മാനിച്ചത്. ഭൗതികതയെ മാത്രം പറയുന്നിടത്ത് ഇത്തരം തത്വങ്ങളും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും നിലപാടുകളും നമ്മളിൽ മാറ്റമുണ്ടാക്കണം. ഒരറിവിനെയും ചെറുതായി കാണരുതെന്ന് പറഞ്ഞത് ഖുർആൻ. ഒരറിവും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നികൃഷ്ട വസ്തു എന്ന് പറഞ്ഞും നജസ് എന്ന് പറഞ്ഞും മാറ്റി നിർത്തപ്പെടുന്നതിൽ ഏറ്റവും ഗൗരവകരത്തിൽ മാറ്റി നിർത്തുന്നതാണ് നായ എന്നുള്ളത്. നായയെ ഇസ്ലാം
നജസ് എന്ന തലത്തിൽ മാറ്റി നിർത്തുമ്പോൾ നായ സ്വർഗത്തിൽ പോയിട്ടുണ്ട് എന്ന് പറയാനും പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങളുണ്ട് കേട്ടോ. മഹാന്മാരായ സുഹൈബുൽ കഹ്ഫിന്റെ കൂടെയുള്ള അവരുടെ സഹസഞ്ചാരിയായ ഒരു നായയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഒരു നായ എന്ന തലത്തിലാണെങ്കിലും അവഗണിക്കാൻ പാടില്ല. അറിവാണോ, അറിവിനെ മാനിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. വേട്ടയ്ക്ക് പോയി വേട്ട മൃഗത്തെ പിടിക്കാനുള്ള ഒരു നായയുടെ കായികമായ അറിവിനെ, നായയാണെങ്കിലും ഒരു മനുഷ്യനല്ലത്, ഒരു നായ ആണെങ്കിലും വേട്ട മൃഗത്തെ കയ്യിലൊതുക്കാൻ അത് കാണിക്കുന്ന സാഹസികമായ കാര്യങ്ങളുടെ അറിവ് അത് മാനിക്കണമെന്നാണ്. യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത്-ത്വയ്യിബാതു വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. വേട്ടമൃഗമായ നായ വേട്ടയാടിക്കൊണ്ടുവരുന്നത്, അത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ആ വേട്ടമൃഗത്തിൽ നിങ്ങൾക്ക് ഭക്ഷണമാക്കാവുന്നതാണ്, അതിനെ പരിഗണിക്കാവുന്നതാണ്. ഫകുലൂ മിമ്മാ അംസക്നാ അലൈക്കും വദ്കുറു സ്മല്ലാഹി അലൈഹി. വേട്ട നിയമങ്ങൾ പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ പോലും വേട്ടയാടാൻ കൊണ്ടുപോകുന്ന നായയുടെ ആ കാര്യത്തിലുള്ള കായികമായ ബോധത്തെ മാനിക്കണം, ആ അറിവിനെ മാനിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ മേഖലകളും, പ്രവാചക നിയോഗങ്ങൾ പോലും, ആസ്ട്രോണമിക്കലായ ജോഗ്രഫിക്കലായ അറിവുകൾ, ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിൽ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള, അതായത് BC 2000 ഉണ്ടായിട്ടുള്ള സാരമായ പഠനങ്ങൾ, ആ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതികൾ കൃത്യമായി തന്നെ പരിഗണിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തൂഫാൻ ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ കഅബ ഷരീഫിന്റെ സ്ഥാനം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ഭൂമിയിലെ ഉന്മൂലനങ്ങളിൽ കഅബയുടെ ഒരു പുനഃസംവിധാനവും സംസ്ഥാപനവും ഒക്കെ ഇബ്രാഹിമി നിയോഗത്തിൽ അലൈഹിസ്സലാം അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മഹാനായ മനുഷ്യനിൽ അള്ളാഹു തആല മഹാനവറുകൾക്ക് കഅബയുടെ സ്ഥാനം നിർണയിക്കാനുള്ള അറിവ് ഭൂമിശാസ്ത്രപരമായ മഹാൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അത് മഹാനവറുകൾ യഥേഷ്ടം പ്രയോഗിക്കുകയും ചെയ്തു. ചരിത്രമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. സൂറത്തുൽ ഹജ്ജ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഭൗതികമായ പരക്കമ്പാച്ചിലകളിൽ ജ്ഞാനത്തിന്റെ ആത്മീയ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവൽ നിർബന്ധമാണ്. പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ സ്ഥാനത്തെ മഹാനവറുകൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം വ്യക്തമാക്കി കൊടുത്തു. വഇദ് ബവ്വഅനാ ലിഇബ്രാഹിമ മകാനൽ ബൈത്ത്. ഒരു കഅബ എവിടെയും നിർമ്മിക്കലല്ല, കഅബയെ നിർമ്മിക്കാനുള്ള സ്ഥാന നിർണയത്തിൽ പോലും ഒരു ജ്ഞാനമുണ്ടായിരുന്നു. ഇത് BC 2000. ഒരുപാട് മഹാന്മാർ പ്രഗത്ഭർ ഭൂമിയുടെ രഹസ്യങ്ങൾ ചികഞ്ഞ് ചുഴിഞ്ഞ് അന്വേഷിച്ച കാലം അങ്ങനുണ്ട്. ജ്ഞാനം തേടിയുള്ള സാഹസികമായ യാത്ര, അത് ആ കാലഘട്ടത്തിൽ ചൈനയിൽ പോയിട്ടാണെങ്കിലും വേണമെന്ന മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹസികമായ യാത്രയായിരുന്നു ചൈനയിലേക്കുള്ള യാത്ര. ഇന്നത്തെ യാത്രായോഗ്യമായ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഒരു മനുഷ്യൻ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തൽ നിർബന്ധം എന്ന് പരിശുദ്ധ റസൂൽ. ജ്ഞാനം എവിടെയാണെങ്കിൽ അങ്ങോട്ട് പോകണം. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ പറയുന്നുണ്ട്. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഹദീസ് പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് തേടണമെന്ന് പരിശുദ്ധ റസൂൽ. ഫഇന്ന ത്വലബൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം.
എല്ലാ മുസ്ലിമിനും അറിവ് തേടിപ്പോവൽ നിർബന്ധം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിന്റെ സഞ്ചാരം എത്ര ക്ലാസ് വരെ എന്ന് പറഞ്ഞിട്ടില്ല, ഏത് ബിരുദം വരെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് പരിമിതി വച്ചതും കണ്ടതും നമ്മൾ തന്നെ. എവിടെ വരെ എന്ന് പറഞ്ഞില്ല. ഒരാള് ജ്ഞാനസഞ്ചാരത്തിൽ, ഇവിടെ ശ്രദ്ധിക്കണേ, ഒരാള് ജ്ഞാനസഞ്ചാരത്തിൽ സഞ്ചാരമധ്യേ മരിച്ചാൽ അവൻ ഷഹീദാണെന്ന് മുഹമ്മദ് മുസ്തഫ. ജ്ഞാനസഞ്ചാരത്തിൽ സഞ്ചാരമധ്യ ഒരാൾ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയെ പോലെയുള്ളവർ ഈ ഹദീസ് പറയുന്നുണ്ട്. മജ്മുഉസ് സവാഇദിൽ ഈ ഹദീസ് കാണാം. അതുപോലെ തന്നെ ജാമിഉസ് സഗീറിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു وأبي ذر رضي الله عنهما قال النبي صلى الله عليه وسلم إذا جاء الموت لطالب العلم. ഒരാൾ അറിവ് തേടി പോവാ, ഒരു വലിയ ഗവേഷകനാണ്. അല്ലാഹുവേ നിന്നെ എനിക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്റെ അറിവിൽ. അങ്ങനെ ആവണം. അത് എഞ്ചിനീയറിംഗിന് പഠിച്ചാലും MBBS പഠിച്ചാലും അത് MBA പഠിച്ചാലും റബ്ബേ നിന്നെ എനിക്ക് ബോധ്യപ്പെടണം, അതിനെനിക്ക് അറിവ് വേണം. അങ്ങനെ സഞ്ചാരമധ്യേ വഹുവ അലാ ഹാദിഹിൽ ഹാല മാത വഹുവ ഷഹീദ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കണ്ടെത്താതെ എന്തിട്ട് സഞ്ചാരം? ഇൽമിന് വേണ്ടിയുള്ള സഞ്ചാരം. അല്ലാഹുവിനെ കണ്ടെത്തൽ എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ അതിൽ അവൻ മരണം സംഭവിച്ചാൽ അവൻ ഷഹീദിന്റെ പദവിയിൽ എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണം, ഒരുപാട് മഹാന്മാരായ സൂഫിയാക്കളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവർ മുത്തഅല്ലിമായി ജീവിച്ചു. ചില മഹാന്മാരായ ഉസ്താദുമാരുടെ വർത്താനം തന്നെ അവർ പറയുന്നത് മുത്തഅല്ലിം എന്നാണ്. ഈ പാവപ്പെട്ട മുത്തഅല്ലിം എന്നാ പറയാം. അങ്ങനെ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു മഹാനായ പണ്ഡിതൻ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സൂഫിയായ മനുഷ്യൻ. എറണാകുളം ജില്ലയിൽ നിന്നും അദ്ദേഹം കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നടന്നു തന്നെ പോകും. മിക്കവാറും വലിയ മഹല്ല്, പള്ളി, ദറസ് സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മുദർരിസിനെ കൊണ്ട് ഒരു പേജ് അദ്ദേഹം പരിശുദ്ധമായ 10 കിതാബ് ഓതി ഒന്ന് കേൾപ്പിക്കും. എന്നിട്ടോ അത് കേട്ടെടുത്ത് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, എന്നാലും അദ്ദേഹത്തിന്റെ ശിക്ഷണം സ്വീകരിക്കും. അങ്ങനെ പിന്നെയും യാത്രകൾ. അവസാനം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ 10 കിതാബ് ഉണ്ടായിരുന്നു. അതായത് മരണം വരെ മുത്തഅല്ലിമാവാ, ഷഹീദിന്റെ പദവി എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അല്ലാഹു ഉള്ളിലില്ലാതെ യാത്ര ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ചാൾസ് റോബർട്ട് ഡാർവിനൊക്കെ അതിൽപ്പെട്ടതാണ്. അയാളൊക്കെ തികഞ്ഞ ഒരു പ്രകൃതിവാദിയായിരുന്നു. അയാള് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ നിരീശ്വരവാദിയായി അറിയപ്പെട്ട ആളാണ്. പരിണാമ സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള യാത്രകൾ, ആ ഒരു പഠനം, സമുദ്ര സഞ്ചാരം തന്നെ അദ്ദേഹത്തിനെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കപ്പലിലും ബോട്ടിലുമായി ജലസഞ്ചാരത്തിൽ അദ്ദേഹം ഇരുന്ന ഇരിപ്പിടത്തിൽ കഴിച്ചുകൂട്ടിയ സമയത്തെ മണിക്കൂറുകൾ കൂട്ടി ദിവസമെന്നും, ദിവസത്തെ ആഴ്ചയെന്നും, ആഴ്ചയെ മാസമെന്നും, മാസത്തെ വർഷവുമായി ഒരാൾ കണക്കുകൂട്ടിയാൽ ആ യാത്രകൾ 25 വർഷങ്ങളായി യാത്രക്കകത്ത് അദ്ദേഹം ഇരിപ്പിടത്തിൽ മാത്രം കഴിച്ചുകൂട്ടിയ സമയമെന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ അയാൾ പോലും ഒരു ഈശ്വര വിശ്വാസി അല്ലാത്തത് കൊണ്ട്, ഒരു ഇലാഹി ചിന്തയില്ലാത്ത ആളായതുകൊണ്ട് ആ യാത്രയും സമയമൊക്കെ പാഴായി എന്ന് പറയാം. എന്നാൽ പ്രകൃതിവാദികളുടെ കുടുംബത്തിൽ അംഗമായി പിറന്ന അയാൾ വിജ്ഞാനത്തിന്റെ പരമലക്ഷ്യമായ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നില്ല എന്നതൊരു സത്യമാണ്. അത്തരം കാര്യങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങള് അള്ളാഹു എന്ന ലക്ഷ്യത്തിൽ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് മഹാനവറുകൾ ഭൂമി മുഴുവൻ ചുറ്റി നടന്ന ആളാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന് കേട്ട് ഏകൽ ഇരുന്നോവർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആ വരികൾ പോലും മഹാനവറുകൾ സഞ്ചാരിയായി കഴിഞ്ഞുകൂടി അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടി. ആ സഞ്ചാരത്തിൽ മനസാക്ഷി ഓർമ്മപ്പെടുത്തി ഇനി ആ സഞ്ചാരം നിർത്തണം എന്ന്. അത്രത്തോളം അള്ളാഹുവിനെ തേടി മഹാനവറുകൾ നടന്ന ആ യാത്രകൾ ഭൂമിയെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പ്രഖ്യാപിക്കാൻ, ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവട് എന്നോവർ,
ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി 12-ാം നൂറ്റാണ്ടിൽ മഹാനവറുകൾ ലോകത്ത് ഇത്തരത്തിലുള്ള ജ്ഞാനത്തിന്റെ വിപ്ലവങ്ങൾ തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വേണം ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കണം. ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കണം. മരിക്കുന്നവരെ മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കണം. വയസ്അലൂനക അൻദിൽ ഖർനൈൻ ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു ദിക്റാ. ഖുർആൻ പറയുന്നുണ്ട് ഒരു മഹാനെ കുറിച്ച്. സഞ്ചാരിയായിരുന്നു, അള്ളാഹുവിനെ തേടിപ്പോയ മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ദുൽഖർനൈൻ 2 കർണിന്റെ ഉടമ, 2 ദിശകളുടെ ഉടമ. അദ്ദേഹം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അദ്ദേഹത്തിന്റെ സഞ്ചാരം കൊണ്ട് കീഴ്പ്പെടുത്തിയെന്ന സഞ്ചാരത്തിന്റെ ലക്ഷ്യം റബ്ബാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടാനുള്ള യാത്രകൾ എത്ര നടത്തുന്നുണ്ട്? എവിടെയാ റബ്ബിനെ ബോധ്യപ്പെടാം? إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حامية ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ സഞ്ചാരങ്ങളിൽ ബഹുദൈവ ആരാധനയുടെ മൗഢ്യമായ ധാരണകളെ മുഴുവനും തച്ചു തകർത്ത് തൗഹീദ് പറയലായിരുന്നുവെന്ന് ഖുർആൻ. അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു ഒരു വലിയ ചർച്ച തന്നെ സമൂഹത്തിൽ നിലനിർത്തിയെന്ന് ഖുർആൻ. മഹാനവറുകൾക്ക് ഭൂമിയിൽ സഞ്ചാരത്തിന് അല്ലാഹു എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ കൊടുത്തു എന്ന് ഖുർആൻ. മഹാനവറുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സഞ്ചരിച്ചു. അല്ലാഹുവിനെ ബോധ്യപ്പെടണമല്ലോ. ഞാൻ അവസാനിപ്പിക്കുന്നു. ദുൽഖർനൈൻ ചക്രവർത്തി അങ്ങ് സഞ്ചരിച്ചു. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ജ്ഞാനിയായിരുന്നു ദുൽഖർനൈൻ. അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തെ ഇൽമ കൊണ്ട് അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഈ ഭൂമിയെ സഞ്ചരിക്കാൻ വേണ്ടി അതിന്റെ ഒരു ചെറിയ രൂപത്തെ ആ കാലഘട്ടത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്തു, ഒരു ഗ്ലോബ് പോലെ. എന്നിട്ടും ആ ഭൂമിയുടെ മുകളിലെ സഞ്ചാര പഥങ്ങളെ അദ്ദേഹം ധ്രുവങ്ങളായും ധ്രുവ പ്രദേശങ്ങളായും അല്ലാതെയുമൊക്കെയായി അദ്ദേഹം അതിനെ ഭാഗിച്ചെടുത്തു. ഒരു ഭൂമധ്യരേഖയെ ഭൂമിക്ക് വേണ്ടി ആദ്യം സമ്മാനിച്ചു. ആ രേഖകളുടെ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി സഞ്ചാരങ്ങളെ ശാസ്ത്രീയമായി കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാനവറുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഭൂമിയുടെ ജോഗ്രഫിക്കലും ആസ്ട്രോണമിക്കലുമായ സംഭാവനകളിൽ ഏറ്റവും നിറഞ്ഞു നിന്ന സാന്നിധ്യമാണ് മഹാനായ ദുൽഖർനൈൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ കാലഘട്ടക്കാരനാണ്. ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ പരിജ്ഞാന മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ നൈപുണ്യം നേടിയത് ഒരു പ്രവാചകനാകണം എന്നത് ഒരു നുബുവത്തിന്റെ നിബന്ധന പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിയെ പോലെയുള്ളവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ കഅബയുടെ സ്ഥാന നിർണയം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത്. ആ കാലഘട്ടത്തിൽ അതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ ഏറ്റവും മികച്ചു നിന്നു. അതൊരു ലോക നിയമമാണ്, അത് നുബുവത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ആരായിരുന്നു ദുൽഖർനൈൻ? അറിവ് കൊണ്ട് അമ്മാനമാടി എന്ന് പറയുന്നത്. വഅതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നവും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നാൽ ജ്ഞാനം കൊണ്ട് അദ്ദേഹം പരിഹരിക്കുന്നു. അതാണ് സബബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം കൊണ്ട് അദ്ദേഹം പരിഹരിച്ചു. അദ്ദേഹം വലിയൊരു യാത്രക്കാരനായിരുന്നു. യാത്ര കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന അറിവുകളാണ്. യാത്രയിലൂടെ ഇത്രയും അറിവ് കിട്ടാം. യാത്രയുടെ അനുഭവം തന്നെ ഒരു വലിയ അറിവാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാത്ര ചെയ്യാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും.
നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എപ്പോഴും അഴുക്കുകൾ വരാം, വെള്ളം ഒഴുകണം, ജീവിതം യാത്രയിലാവണം. യാത്ര തന്നെയായിരുന്നു മഹാന്മാരായ അമ്പിയാക്കൾ. അവർക്ക് ഹിജ്റ നിർബന്ധമായിരുന്നല്ലോ. റഹലാത്ത് ഇബ്രാഹിം, ചരിത്രത്തിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അങ്ങനെ, ഇബ്രാഹിം സഞ്ചരിച്ച വഴികൾ അലൈഹിസ്സലാം. ആലോചിച്ച് നോക്കണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുമായി ധാരാളം യാത്രകൾ പോയിട്ടുണ്ട്. മറ്റുള്ള പ്രവാചകന്മാരെ പോലെ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയ യാത്ര മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇല്ല. പക്ഷെ സ്വഹാബികൾ സഞ്ചാരികളായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയ യാത്രയായിരുന്നു സയ്യിദന മൂസ അലൈഹിസ്സലാമിന്റെ യാത്ര. ഏഷ്യയും ആഫ്രിക്കയും കീഴടക്കിയ ഒരു വലിയ യാത്രക്കാരനായിരുന്നു സയ്യിദന ഇബ്രാഹിം, സയ്യിദന യാഖൂബ്, സയ്യിദന യൂസുഫ് നബി, സയ്യിദന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഈസ അലൈഹിസ്സലാം യാത്രക്കാരനായിരുന്നു. എല്ലാവരും യാത്ര ചെയ്തു. സയ്യിദന ആദം അലൈഹിസ്സലാം 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് തന്നെ നടന്ന് പോയി നിർവഹിച്ചു എന്ന് സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ ഫത്ഹുൽ മുഈനിലൊക്കെ രേഖപ്പെടുത്തുന്നു. ധാരാളം ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. യാത്രയായിരുന്നു. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം 90 ഹജ്ജ് ചെയ്തു, യാത്രയായിരുന്നു. എവിടെയാ മഹാനവറുകൾ സുജൂദ് ചെയ്യാത്തത്? ഈ ഭൂമി മുഴുവനും ആ സുജൂദ് കൊണ്ട് നിറഞ്ഞു. ഞാൻ ചുരുക്കി പറയട്ടെ, യാത്രകൾ മുഴുവനും ഹലാലാക്കാൻ ശ്രമിക്കാം. ഒരുപാട് യാത്രകളുണ്ട്. ഓരോ സ്റ്റേറ്റുകളിലേക്ക് പോവാ, ഇന്ത്യക്ക് പുറത്തു പോവാ, ഒരുപാട് യാത്രകൾ, യഥേഷ്ടം അതിനുള്ള സൗകര്യങ്ങളും താല്പര്യങ്ങളും ആ ഒരു ശ്രമങ്ങളിലുമായി മനുഷ്യർ കഴിയുന്നിടത്താ നമ്മളും ആ ചുറ്റുപാടിൽ തന്നെയൊക്കെയാണ്. പക്ഷെ യാത്രകൾ അള്ളാഹുവിന്റെ മാർഗത്തിലാക്കിയാൽ വലിയ ഇബാദത്ത്. അതെ, ഈ യാത്ര കേട്ടോളൂ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടു മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടു. മഹാനവറുകൾ അങ്ങനെ സഞ്ചരിച്ചു, ഭൂമിയുടെ അതിര് കടന്നു. അങ്ങനെ പറഞ്ഞു, ഭൂമിയുടെ അതിര് കടന്ന് മഹാനായ വഹബ് ബിൻ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമിയുടെ അതിര് കടന്നു ദുൽഖർനൈൻ, അശ്റഫ ദുൽഖർനൈൻ അലാ ജബൽ ഖാഫ്. സൂറത്ത് ഖാഫിന്റെ വ്യാഖ്യാനത്തിലായി ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത്, ഇമാം സാവി രേഖപ്പെടുത്തുന്നത്, ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് ഖാഫ്, സൂറത്ത് ഖാഫ്. നമ്മളൊക്കെ സുപരിചിതമായി കേട്ടിട്ടുള്ള ഖാഫ് മല. അതേക്കുറിച്ച് ആർക്കും അങ്ങനെ വലിയൊരു ചരിത്രപരമായ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഖാഫ് മല, അങ്ങനെ ഒരു മല ഉണ്ടോ? മക്കത്തോ മദീനത്തോ പോയി നോക്കി ആ മല കണ്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഖാഫ് മല എവിടെയാന്ന് ചോദിക്കുന്നവരുണ്ട്. ഭൂമിയുടെ അതിര് കഴിയുമ്പോഴാ ഖാഫ് മല. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ സഞ്ചാരങ്ങൾ ഭൂമിയുടെ അതിര് കഴിഞ്ഞു, ഖാഫ് മലയോളം എത്തി. ഖാഫ് മലയെ അല്ലാഹു വെളിവാക്കി കൊടുത്തു, മറമാറ്റിക്കളഞ്ഞു. മഹാനവറുകൾ ഖാഫ് മലയുടെ വലിപ്പം കണ്ട് ഞെട്ടിപ്പോയെന്ന. ഖാഫ് മലയുടെ ആ ഉച്ചിയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ചെറിയ ചെറിയ മറ്റു മലകൾ കണ്ടു. മഹാനവറുകൾ ഖാഫ് മലയോട് ചോദിക്കുന്നുണ്ട്, ഈ വലിപ്പം കണ്ടിട്ട് നീ ആരാണ് പർവ്വതമേ? ഖാഫ് മല പറയുന്നുണ്ട്, അന ഖാഫ്, ഞാൻ ഖാഫ് മലയാണ്. ഫമാ ഹാദിഹിൽ ജിബാലു ഹൗലക, അല്ല നിന്റെ ചുറ്റും കുറെ ചെറിയ ചെറിയ പർവ്വതങ്ങൾ, മലകൾ, കുന്നുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോ ഖാഫ് മല പറയുന്നുണ്ട്, അതെന്റെ ഞരമ്പുകളാണ്, എന്റെ ശാഖകളാണ്. ഓരോ പട്ടണങ്ങളിലേക്ക് എന്ന് പറഞ്ഞ്, ഓരോ നാടുകളിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ചെറിയ ചെറിയ പർവ്വതങ്ങളെയും അള്ളാഹു ഇവിടെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. ഒരു നാടിനെ നശിപ്പിക്കണമെങ്കിൽ അള്ളാഹു എനിക്കാ നിർദ്ദേശം തരാം. ഞാൻ എന്റെ പ്രതിനിധിയായ ആ നാട്ടിലെ മലയിൽ, ആ നാട്ടിലെ പർവ്വതത്തിൽ, ആ നാട്ടിലെ കുന്നിൽ എന്റെ നിർദ്ദേശം ഞാൻ അവിടെ എത്തിക്കും. അള്ളാഹു എന്നിൽ നിർദ്ദേശം തരും, ഞാൻ അത് അവിടെ എത്തിക്കും. അങ്ങനെ അവിടെ ഭൂമി കുലുക്കമോ ഉരുൾപൊട്ടലോ പ്രകമ്പനങ്ങളോ ഉണ്ടായി ആ ജനത അവിടെ വെച്ച് നാശം സംഭവിക്കുന്നവരാകും. അങ്ങനെയാണ് ദുൽഖർനൈൻ ചക്രവർത്തി ഈ അറിവ് കേട്ട് അമ്പരന്ന് പോയെന്ന. മഹാനായ ദുൽഖർനൈൻ ചോദിക്കുന്നുണ്ട്, യാ ഖാഫ് അഖ്ബിർനി ബിശൈഇൻ മിൻ അൽമത്തില്ലാഹ്, ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്റെ ഉള്ളിൽ അല്ലാഹ് നിറയണം. അറിവുകളേറെ സമ്പാദിക്കാനായുള്ള നിരന്തരമായ യാത്ര ഒരു മഹാനായ ചക്രവർത്തി നടത്തിയിട്ട് അവസാനം യാത്രയുടെ മഹാത്ഭുതമായ ഖാഫ് മലയോട് പറയാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്റെ ഖൽബ് നിറയണം, അറിവ് കൊണ്ട് നിറയണം. അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു തരോ? അതാ വിഷയം. യാത്രകളും അറിവ് തേടുന്ന സഞ്ചാരങ്ങളും അറിവിന് വേണ്ടിയിട്ടുള്ളതായ പ്രയത്നങ്ങളൊക്കെ അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നോടത്താവണം. ചക്രവർത്തി ചോദിക്കാണ്, അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് അറിയണം.
ഖാഫ് മല പറഞ്ഞു ഇന്ന ശഅന റബ്ബിനാ ലഅദീം. അല്ലാഹുവിന്റെ കാര്യം എത്ര ഗൗരവമാ, എത്ര വലിപ്പമാ, എത്ര മഹത്വരമാ. ചക്രവർത്തിയെ, അങ്ങയോട് പറയട്ടെ, ഇതുവരെ അങ്ങ് അറിയാത്ത ഒന്ന് പറയട്ടെ. ഖാഫ് മല എന്ന് പറയുന്ന ഞാനുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്നു നിൽക്കുമ്പോ എന്റെ പിന്നിലേക്ക് അല്ലാഹു വലിയ ഒരു ഭൂമികയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ചക്രവർത്തിയെ, എന്റെ പിന്നിൽ ഒരു ഭൂമികയുണ്ട്. 500 വർഷം സഞ്ചരിച്ചാൽ അതിന്റെ അറ്റം പിടിക്കാൻ കഴിയൂല. മസീറത 500 ആമിൻ ഫീ 500 ആം മിൻ ജിബാൽ സൽജിൻ യഹ്തിമു ബഅ്ദുഹാ ബഅ്ദാ. എന്റെ പിന്നിൽ ഒരു ഭൂമികയുണ്ട്. 500 കൊല്ലത്തെ വഴി ദൂരം സഞ്ചരിച്ച് കീഴടക്കാൻ കഴിയാത്ത ഒരു വലിയ ഭൂമിക. ധ്രുവപ്രദേശങ്ങൾ പോലെയാണത്. മഞ്ഞ് മലകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമികയാണ്. മഞ്ഞ് മലകളുടെ ഇടയിൽ അല്ലാഹു വിടവ് കൊടുത്തിട്ടില്ല. ഒരു മലയോട് മറ്റൊരു മല ഒട്ടി നിൽക്കുന്ന പോലെയാ. ഖാഫ് മല പറയാൻ തുടങ്ങാണ്. ഈ മഞ്ഞുമലകളുടെ 500 വർഷത്തെ വഴി ദൂരത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഈ ഭൂമികയുണ്ടല്ലോ, ആ ഭൂമിക നരകത്തിന്റെ ചൂടിങ്ങോട്ട് ഭൂമിയിലേക്ക് വരാതെ നിൽക്കുന്ന ഒരു മറയാണ്. ആ ഐസ് മലകൾ 500 കൊല്ലം സഞ്ചരിച്ചാൽ പോലും ആ ഭൂമികയെ കീഴടക്കാൻ സൃഷ്ടിയെ നിനക്ക് കഴിയില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള, അല്ലാഹു അറിയിച്ചിട്ടുള്ള ഒരു വലിയ ഭൂമിക ഖാഫ് മല എന്ന ഭൂമിയുടെ അതിരുകൾക്കപ്പുറത്തുള്ള എന്റെയും അപ്പുറത്ത് അങ്ങനെ ഒരു ഭൂമിക ഉണ്ട്. അങ്ങോട്ട് ആർക്കും പോകാൻ കഴിയില്ല. നരകത്തിന്റെ ചൂടിനെ ഭൂമിയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്ന മലകൾ, മഞ്ഞ് മലകൾ അവിടെ ഉണ്ട്. മഹാനായ ദുൽഖർനൈൻ ഞെട്ടിത്തിരിക്കുകയാണ്. സിദ്നി, ഇത് പോരാ, എന്റെ റബ്ബിനെ ബോധ്യപ്പെടാൻ എനിക്ക് ഇതിനപ്പുറം വേണമെന്ന് പറഞ്ഞപ്പോ ഖാഫ് മല പിന്നെ ജിബ്രീലിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ചക്രവർത്തിയെ, ജിബ്രീൽ എന്ന മലക്കിനെ കുറിച്ചറിയുമോ? അള്ളാഹുവിന്റെ മലക്കുകളിലെ മുഖറബല്ലേ. റബ്ബിന്റെ മുന്നിലാ, നേരെ മുന്നിലാ ജിബ്രീൽ അലൈഹിസ്സലാം ഉള്ളത്. അല്ലെങ്കിലോ റബ്ബിന്റെ ഏറ്റവും അടുത്താണ് ജിബ്രീൽ ഉള്ളത് അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം കടന്ന് വിറച്ചുകൊണ്ടിരിക്ക. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്. റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ജിബ്രീലിന് ഭയമാണ് ചക്രവർത്തിയെ. ജിബ്രീൽ വിറയ്ക്കുമ്പോഴും ഒന്ന് വിയർക്കുന്നുണ്ട്. ജിബ്രീലിന്റെ വിയർപ്പ് കണങ്ങൾ താഴേക്ക് ഉതിർന്ന് വീഴുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വരുന്ന ഭാവമാറ്റങ്ങളുണ്ട്. ജിബ്രീലിന്റെ ഓരോ വിറയലിന്റെയും നെടുക്കത്തിന്റെയും കണക്കനുസരിച്ച് അള്ളാഹു ആയിരക്കണക്കിന് മലക്കുകളെ പടച്ചുകൊണ്ടിരിക്കാണ്. ആ മലക്കുകളാവട്ടെ ജിബ്രീൽ എന്ന മഹാനായ മലക്കിന്റെ അണികളായി തുടരുകയാണ്. മഹ്ശറയിലും വരുമ്പോൾ ജിബ്രീലിന്റെ അണികളെ നമുക്ക് കാണാൻ കഴിയും. ചക്രവർത്തിയെ, മഹാന്മാരായ മലക്കുകളുണ്ടല്ലോ, ജിബ്രീലിന്റെ വിറയലിന്റെ കണക്കനുസരിച്ചുകൊണ്ട് കുടുകുടാ വിറയ്ക്കുന്ന ജിബ്രീലിന്റെ വിറയലിന്റെ കണക്കനുസരിച്ചുകൊണ്ട് പടയ്ക്കപ്പെട്ട മലക്കുകൾ അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്റുണ്ട്. ഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിവ് തേടി പോകുന്നവൻ ചെന്ന് ചേരുന്നത് ഈ ഒരു വചനത്തിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയാ എത്ര പഠിച്ചാലും അവിടെ എത്തും. പഠനത്തിൽ മോശമെന്ന് തോന്നുന്നോടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിഹാരമായി വരണം. എന്തുകൊണ്ട്? പഠിച്ചുകൊണ്ട് പഠിച്ചു ഉയർന്ന് എത്തിപ്പെടുന്ന ഉയർച്ച അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാവുക എന്നതാണ്. എങ്കിൽ അവിടെ അന്ന് ബോധ്യപ്പെടുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയുള്ള ജോലിയാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളൂ. കുട്ടികളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കണം. ഹബീബ് പഠിപ്പിച്ച ഇഫ്തഹു അലാ സുബിയാനിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്.
കുട്ടികളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കുക എന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മക്കൾ പരിശീലിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വാധീനം ജീവിതത്തിൽ നിറഞ്ഞു നിന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ ഒരുപാട് ഗോപുരങ്ങൾ കീഴടക്കാൻ നമുക്ക് കഴിയും. ദുൽഖർനൈൻ ചക്രവർത്തി ആ ഖാഫ് മലയുടെ മുന്നിൽ വെച്ച് ബോധ്യപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹുവിനെ ബോധ്യപ്പെടലായിരുന്നു. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബാ. ഖുർആൻ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനവറുകളുടെ പിന്നാലെ മറ്റു മലക്കുകളും സഫ് കെട്ടി നിൽക്കുന്ന അന്ന് അവര് പറയുന്ന വർത്താനം സവാബ് എന്ന കാര്യമാണ്. സവാബ് എന്ന് പറഞ്ഞാൽ ശരിയെന്നാണ് അതിനർത്ഥം. ഏറ്റവും യാഥാർത്ഥ്യമുള്ള വർത്തമാനം എന്നാണ് സവാബിന്റെ അർത്ഥം. ആ ഏറ്റവും യാഥാർത്ഥ്യമുള്ള അന്ന് മലക്ക് പറയുന്ന വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് അറിവ് ഏത് പ്രായത്തിലും നമുക്ക് വേണം. അറിവില്ലാത്തവരില്ലെങ്കിൽ ഭൂമിയില്ല. അറിവില്ലാത്തവരെ കൊണ്ടായി ഭൂമി നിലനിൽക്കുന്നത്. ഇസ്ലാമിന്റെ ചിത്രവും ചരിത്രവും ചലനവും ചൈതന്യവും നിലനിന്നിരുന്ന 16-ാം നൂറ്റാണ്ടിന്റെ മുസ്ലിം സ്പെയിൻ, ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്പെയിനിന്റെ തലസ്ഥാന നഗരിയായിരുന്ന കോർഡോബ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന ഗ്രാനഡ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എഴുതി വെച്ച ഒരു ആപ്തവാക്യമുണ്ട്. ചരിത്രകാരനായ ഫിലിപ്പ് കെ ഹിറ്റ് ഉദ്ധരിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ഈ ലോകം നിലനിൽക്കുന്നത് നാല് കാര്യങ്ങളിലെന്ന അവിടെ അന്ന് എഴുതി വെച്ചിരുന്നത്. ആ 4 കാര്യങ്ങളിൽ ഒന്ന് ബുദ്ധിമാന്റെ വിജ്ഞാനം, ദ ലേണിംഗ് ഓഫ് ദ വൈസ്. ബുദ്ധിമാന്റെ ജ്ഞാനം കൊണ്ടായി ഭൂമി നിലനിൽക്കുന്നത്. ആരാ ബുദ്ധിമാൻ? അള്ളാഹനെ ബോധ്യപ്പെട്ടവൻ. ആരാണ് ബുദ്ധിമാൻ? ബുദ്ധി ആർക്കാ ഉള്ളത്? അള്ളാഹനെ ബോധ്യപ്പെട്ടു. എന്റെ വക പറയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്തിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. ആകാശത്തെയും ഭൂമിയെയും പടച്ചു. രാപ്പകലുകൾ മാറി മാറി വരുന്നു. നാം കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ ചിന്തിക്കുന്നവൻ അള്ളാനെ കണ്ടെത്താൻ ധാരാളം അടയാളം അതിലുണ്ട്. ബുദ്ധിയുള്ളവർക്ക് അള്ളാനെ കണ്ടെത്താൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാ ബുദ്ധിയുള്ളവൻ? ഖുർആൻ തന്നെ പറയട്ടെ, الذين يذكرون الله قياما وقعودا وعلى جنوبهم. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അള്ളാഹനെ ബോധ്യപ്പെടുന്നവർ. അള്ളാഹനെ ബോധ്യപ്പെടല ബുദ്ധിയുള്ളവൻ എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം. ബുദ്ധിയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ജ്ഞാനം വരുന്നത് അള്ളാഹനെ കണ്ടെത്തുന്നതിലേക്ക്. ഏത് കാര്യം അവരാലോചിച്ചാൽ അള്ളാഹുലേക്ക് എത്തും. കുറഞ്ഞത് മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കണ്ട ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് പിള്ളേരെ പഠിപ്പിച്ചിട്ട് അവർക്കൊക്കെ ഈ ജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ അള്ളാഹനെ ബോധ്യപ്പെടാൻ കഴിഞ്ഞോ ഇല്ലെന്നുള്ളത് നമ്മൾ രക്ഷിതാക്കളൊന്നും ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്രയും പൈസ കൊടുത്തിട്ട് അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെന്താ? അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭൂമി തന്നെ നിലനിൽക്കുന്നത് അറിവുള്ളവർ ഉള്ളത് കൊണ്ടാ. അറിവുള്ളവരില്ലാതെ പോകുന്ന കാലമാണ് ഭൂമിയുടെ തകർച്ചയുടെ അടയാളം, ലോകാവസാനത്തിന്റെ അടയാളം. ഹത്താ യുഖ്ബദൽ ഇൽമ് ഇല്ലാത്ത അവസ്ഥയാ. ഇൽമ് ഇല്ലാത്ത അവസ്ഥയാ. അറിവ് ഈ ഭൂമിയിൽ സംസ്കാരം കൊടുക്കുന്ന അറിവ് വേണം. സംസ്കാരം കൊടുക്കുന്ന അറിവ് അതില്ലെങ്കിൽ, ആ അറിവുള്ളവർ ഇല്ലെങ്കിൽ ഭൂമി അവസാനിക്കുന്ന, ഭൂമി തകരും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിമാണ് ഈ വായിച്ചു തരുന്നത്. ഹദീസുകൾ അങ്ങനെയാ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅ. ഭൂമിയിൽ നിന്നും അല്ലാഹു അറിവിനെ ഉയർത്തും ലോകാവസാനത്തിന് മുമ്പ്.
എങ്ങനെയാ ഭൂമിയിൽ നിന്നും അറിവിനെ ഉയർത്താം? ഒറ്റ പ്രാവശ്യം ഒന്നിച്ചൊരൊറ്റ ഉയർത്തലാണോ? അല്ല. ആലിമീങ്ങളെ മരിപ്പിക്കും. ഒരു പണ്ഡിതൻ മരിച്ചു വീഴുന്നോടത്ത് പിന്നെ മറ്റൊരു പണ്ഡിതൻ അതുപോലെ ആയി വരുന്നില്ല. ആരും ഇൽമിന്റെ വിഷയത്തിൽ മറ്റൊരാൾക്ക് പകരം അല്ല. ഭൂമിയിൽ ഒരു ആലിമില്ലാത്ത കാലം വരും. ലോകം അവസാനിക്കുമ്പോഴേക്കും ആലിമില്ല. അങ്ങനത്തെ ഒരു കാലം. ഇൽമിന്റെ പ്രചാരകർ, ഉപാസകർ ഇല്ലെങ്കിൽ ലോകം ഇല്ല. നേരത്തെ നമ്മൾ ഓതി വെച്ചായത്തതാണ്. എന്തിനാണ് പ്രപഞ്ചത്തെ അള്ളാഹു പടച്ചത്? ഈ ഭൂമിയെ അള്ളാഹു പടച്ചത് എന്തിനാ? അല്ലാഹുല്ലദീ خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير. അല്ലാഹുവിന്റെ കഴിവ് ബോധ്യപ്പെടാൻ വേണ്ടിയാ. നിങ്ങൾ അറിവ് നേടണം, അള്ളാന്റെ കഴിവ് ബോധ്യപ്പെടണം അറിവിലൂടെ. അതിനു വേണ്ടിയിട്ടാണ് ആകാശത്തെയും ഭൂമിയും പടച്ചത്. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അത് തന്നെ റസൂലുള്ളാഹി പറഞ്ഞത്. അള്ളാഹനെ ബോധ്യപ്പെട്ട ആ അറിവിന്റെ സഞ്ചാരത്തിലെ കുലപതികളായ പണ്ഡിതന്മാരില്ലാത്ത ഒരു കാലം വന്നു കഴിഞ്ഞാൽ അന്ന് ലോകം അവസാനിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരും ഇതിൽ നിന്നും ഒഴിവല്ല. അറിവ് പഠിച്ചേ പറ്റൂ. ഉസ്താദെ പ്രായം ഒരുപാടായി എനിക്ക് പറ്റൂല, അങ്ങനെയൊന്നുമില്ല. അറിവ് പഠിക്കണം. ഒരായത്ത് പഠിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കണം. ഒരു ഗുണന പട്ടിക പഠിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാം. ഒരു സങ്കലന പട്ടിക അങ്ങനെയുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ പഠന വിധേയമാക്കാൻ. ഭാഷ പഠിക്കാൻ ഇപ്പോഴുണ്ട് ധാരാളം കോഴ്സുകൾ. ഇംഗ്ലീഷ് പഠിക്കാൻ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല നല്ല ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങൾ പഠിച്ച് അള്ളാഹനെ ബോധ്യപ്പെടാം. എത്ര കൃതികളാ ഇംഗ്ലീഷ് ഭാഷയിൽ. ഓരോരുത്തർ അവരുടെ ഇസ്ലാമിക ആശ്ലേഷണത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പലരും അവരുടെ ഇസ്ലാം ബോധ്യപ്പെട്ട, അള്ളാഹനെ ബോധ്യപ്പെട്ട കഥകൾ എഴുതി വിടുന്ന എത്രയെത്ര ലിഖിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷയിൽ എത്ര പഠിക്കാനുണ്ട്. അറിവ് പഠിക്കാൻ പ്രായം വെക്കല്ലേ. നിന്റെ ജീവിതാവസാനം വരെ ആ ഒരു ദൗത്യത്തിൽ നീ നിറഞ്ഞു നിൽക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയുടെ 387 വർഷം വഫാത്തായ മഹാനായ ഇബ്നു ബത്തത്തുൽ അക്ബരി അദ്ദേഹത്തിന്റെ അൽ ഇബാനത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല, ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി പഠിപ്പിക്കുന്നുണ്ട്, കുന്നാലിമ, നബിയിൽ നിന്നും സ്വഹാബി മഹാനവറുകൾ പഠിച്ചു വെച്ചു. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു, 4-ൽ 1 രംഗത്ത് നീ നിർബന്ധമായും ഉണ്ടാവണം. 4-ൽ 1 രംഗത്ത് നീ നിർബന്ധമായും ഉണ്ടാവണം. ഒന്നാമത്തേത് നിന്റെ ജീവിതത്തിൽ നീ ആലിമാവണം. ആലിമാവാൻ കഴിയില്ലെങ്കിൽ മുതഅല്ലിമ, മരണം വരെ നീ ഇൽമു പഠിക്കുന്നവനാവണം. ആ ഒരു വഴിയിൽ നീ മരിച്ചാൽ ഷഹീദാണ്. മൂന്നാമത് പറഞ്ഞ മുസ്തമിഅ, അല്ലെങ്കിൽ ഇൽമു പറയുന്നത് ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുന്നവനാവണം. മുസ്തമിഅ, ഇൽമിനെ തേടി നടന്ന് കേൾക്കുക. ഇസ്തിമാഅ് ത്വലബുസ് സമഅണ്, ഇൽമിനെ തേടി നടക്കണം. ആഗ്രഹത്തോട് കൂടെ പോയി ഇൽമു കേട്ടിരിക്കുന്നവനാകണം. നാലാമത് പറഞ്ഞു ഔ മുഹിബ്ബാ, ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും നീ സ്നേഹിക്കുന്നവനാവണേ. വലാ തകുനിൽ ഖാമിസത, അഞ്ചാമത്തെ വിഭാഗത്തിൽ, അഞ്ചാമത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ നീ പെട്ടുപോവല്ലേ. ഫതുഹ്ലകു, നീ നശിച്ചു പോകും, നീ നശിച്ചു പോകും എന്ന് മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വഹാബി കേട്ട് പഠിച്ചത് നമുക്ക് പറഞ്ഞു തരാണ്. മഹാനായ ഹസൻ ബസ്രി തങ്ങളോട് അഞ്ചാമത്തെ വിഭാഗത്തിൽ പെടല്ലേ എന്ന് പറഞ്ഞ വാക്കിന്റെ വ്യാഖ്യാനം മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞത് അഞ്ചാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇൽമില്ലെങ്കിൽ സംഭവിക്കാം. ഇൽമിന്റെ 4 സെക്ഷനും പറഞ്ഞു. ആലിമ്, മുത്തഅല്ലിമ്, കേട്ടിരിക്കുന്നവൻ, ഇൽമിനെ സ്നേഹിക്കുന്നവൻ. ഇതല്ലാത്ത അഞ്ചാമത്തെ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിദ്അത്ത്കാരനായി പോകുന്നു, അങ്ങനെ പറഞ്ഞു.
അപ്പൊ ബിദ്അത്തിലേക്ക് പോവാതിരിക്കാൻ അറിവ് കൊണ്ട് നീ ഉന്നതനാവാൻ ശ്രമിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. എത്ര സംവിധാനം ഇന്ന് അറിവ് പഠിക്കാനുള്ളത്. അറിവ് കയ്യിലുണ്ടെങ്കിൽ പട്ടിണി എടുക്കൂല. അറിവ് കയ്യിലുണ്ടെങ്കിൽ പട്ടിണിയില്ല. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് അവിടുത്തെ ജാമിഉൽ ഹദീസിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് മൻ തഫഖഹ ഫീ ദീനില്ലാഹി അസ്സ വജല്ല കഫാഹു അല്ലാഹു തആല മാ ഹമ്മഹു വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബു. അല്ലാഹുവിന്റെ തൃപ്തിയെ മുന്നിൽ നിർത്തി ഒരാൾ ഇൽമു പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവന് വരുന്ന ടെൻഷൻ മുഴുവൻ അല്ലാഹു മാറ്റിക്കൊടുക്കുമേ നബിയുനാ റസൂലുള്ളാഹി. എന്ന് മാത്രമല്ല, അവൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിർവഹിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്ഭുതം തീർത്ത മഹാന്മാരായ പഴയകാലത്തെ മുഅല്ലിമീങ്ങൾ, ചെറിയ ശമ്പളം കൊണ്ട് വലിയ ഗംഭീരമായി ജീവിച്ചവർ, അവരും ഹജ്ജ് ചെയ്തിരുന്നു, അവരും മനോഹരമായ വീട് വെച്ചിരുന്നു, അവരുടെ മക്കളെയും നല്ലവണ്ണം കല്യാണം കഴിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ ശമ്പളം? ചെറിയൊരു ശമ്പളം. ഇൽമിന്റെ ഉപാസകർക്ക് അവരുടെ ആഗ്രഹങ്ങളെ അവർ വിചാരിക്കാത്ത ഭാഗത്തുകൂടി അല്ലാഹു നിർവഹിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു ബറക്കത്താടോ. ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യായിൽ പറയുന്നുണ്ട്, മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അലൈക ബിൽ ഇൽം ഫഇന്നക ഇദാ ഫഖറത കാന ലക മാലാ. മോനെ, നിനക്ക് ഇൽമു നിരന്തരം ഉണ്ടായിരിക്കണം, ഇൽമുമായി നീ നിരന്തരം ബന്ധപ്പെടണം എന്ന് മഹാനായ ലുഖ്മാൻ തന്റെ മകനോട് പറയാം. ഇൽമുമായി നീ നിരന്തരം ബന്ധപ്പെടണം. എന്താ കാരണം എന്നറിയോ? നിനക്ക് ദാരിദ്ര്യം വരുന്ന കാലത്ത് കാനലക്കമാല, നിന്റെ ഇൽമ് നിനക്ക് ഒരു സമ്പത്തായി തീരുമെന്ന് മഹാനായ ലുഖ്മാൻ. നിനക്ക് പണമുള്ള കാലത്താണ് ഇൽമിയെങ്കിൽ ആ ഇൽമ് നിനക്ക് അലങ്കാരമായി മാറുമേ. നിനക്ക് പണമുള്ള കാലഘട്ടത്തിലാണ് എങ്കിൽ, ഞാനൊരു സംഭവം പറയാം. ഇൽമിന്റെ ഒരു പവർ അറിയണമെങ്കിൽ, ഇൽമ് പണമുള്ള ആൾക്കുണ്ടായ അതൊരു അലങ്കാരം, വലിയ മനോഹാരിതയാണ് ആ ജീവിതത്തിനുള്ളത്. ഒരു സംഭവം കേട്ടോളൂ. മിൻഹാജുൽ മുതഅല്ലിമീൻ പോലെയുള്ള കിതാബുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണിത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കല് പരിശുദ്ധ മസ്ജിദ് നബവിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽക്കല് പിശാച് കോലം മാറി വന്നിരിക്കുക. പിശാച് ഇബ്ലീസ് കോലം മാറി പള്ളിയുടെ വാതിൽക്കിരിക്കുക. അള്ളാന്റെ ഹബീബിനെ കണ്ടപ്പോൾ എഴുന്നേറ്റു, കാര്യങ്ങൾ സംസാരിച്ച്, എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? യാ ഇബ്ലീസ് മാ തസ്നഉ ഹൗന, ഇവിടെ എന്താ പണി? ഇബ്ലീസ് പറഞ്ഞു വേറൊന്നുമല്ല നബിയെ, അവിടെ നിസ്കരിക്കുന്ന ആളുടെ പിന്നാലെ ഞാൻ കൂടിയതാ. അയാൾ ആ വഴിയിൽ നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന കണ്ടപ്പോ അയാളുടെ പിന്നാലെ ഞാൻ കൂടി. അയാൾ പള്ളി കയറി നിസ്കാരം തുടങ്ങിയപ്പോ ഞാനും പള്ളി കയറിയത് അയാളുടെ നിസ്കാരം ബാത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ വലാകിൻ അഖാഫു മിൻ ഹാദർ റജുലിൻ നാഇമി, ഞാൻ പള്ളിയുടെ വാതൊക്കെ കിടന്ന് ഉറങ്ങുന്ന, അപ്പുറത്തേക്ക് മാറി കിടക്കുന്ന ആളെ, ഉറങ്ങുന്ന ആളെ ഞാൻ അപ്പോഴാണ് കണ്ടത്. ഞാൻ വന്നത് ആ നിസ്കരിക്കുന്ന ആളുടെ പിന്നാലെയാണ്. മൂപ്പര് പള്ളിയിലേക്ക് പോയപ്പോൾ അയാളുടെ നിസ്കാരം ബാത്തിലാക്കാൻ വേണ്ടി ഞാൻ പിന്നാലെ കൂടി വന്നതാ. ഇവിടെ വന്ന് അയാളുടെ നിസ്കാരം ബാത്തിലാക്കാലോ എന്നോർത്ത് ഞാൻ ഇവിടെ നോക്കിയപ്പോണ്ട് ഇവിടെ ഇയാൾ കിടന്നുറങ്ങാം. ആ ഉറങ്ങുന്നവന്റെ അടുത്ത് വന്ന് ഞാൻ കൂട്ടിരിക്കാം. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിമൻ ലം തഖഫ് മിനൽ മുസല്ലി, എന്താ നിസ്കരിക്കുന്നവന്റെ നിസ്കാരം ബാത്തിലാക്കാൻ നീ എന്താ പോവാത്തത്? നിനക്ക് നിസ്കാരക്കാരനെ പേടിയല്ലേ? എന്താ ഈ ഉറങ്ങുന്നവന്റെ കാര്യത്തിൽ? നിസ്കാരക്കാരൻ ഒരു ഇബാദത്തിലല്ലേ? വൽ മുനാജാത്തി മഅ റബ്ബിഹ്, അല്ലാഹുവുമായുള്ള മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ നീ യഥാർത്ഥത്തിൽ ഇടങ്ങേറാക്കേണ്ടത് ആ നിസ്കാരക്കാരനല്ലേ? നീ എന്തുകൊണ്ട് അങ്ങോട്ട് പോവാതെ ഇവിടെ കിടന്നുറങ്ങുന്ന ആളെ നീ സംരക്ഷിച്ച അയാളുടെ ഉറക്കത്തിന് ഭംഗം വരാതെ അയാൾ പരമാവധി ഉറങ്ങട്ടെ എന്നോർത്ത് നീ കാവലിരിക്കുന്നത്? ഉറങ്ങുന്നവൻ എന്തിനാണ് ഇബ്ലീസ് നീ കാവലിരിക്കുന്നത്? അയാൾ ഏതായാലും ഒരു ഗഫ്ലത്തിലാണ് കിടക്കുന്നത്. അയാളൊരു ഗഫ്ലത്തിലാണ്, അശ്രദ്ധമായ അവസ്ഥയിലാണ് അയാൾ കിടക്കുന്നത്. മറ്റാൾ അല്ലാഹുവുമായി മുനാജാത്താണ്. ഇബ്ലീസ് പറഞ്ഞു, നബിയെ അൽ മുസല്ലി ജാഹിൽ വഇഫ്സാദുഹു അസ്ഹൽ, ആ നിസ്കരിക്കുന്നവൻ ഒരു വിവരമില്ലാത്തവനാ, ഇൽമില്ലാത്തവനാ. അവന്റെ നിസ്കാരം ഇപ്പൊ എനിക്ക് അസറിന് പറ്റിയില്ലെങ്കിൽ മഗ്രിബിന് അത് ഫസാദാക്കാൻ എനിക്ക് പറ്റും. അത് എപ്പോ വേണേലും നടക്കും. പക്ഷേ ഈ ഉറങ്ങുന്നവൻ ആലിമാണ്. ഉറങ്ങുന്നവനെങ്ങാൻ ഉണർന്നാൽ
വഅഫ്സത്തു സ്വലാത അഖാഫു മിൻ യഖദതിഹി വഇസ്ലാഹിഹി അജ്ല. ഞാൻ ഈ നിസ്കാരക്കാരനെ നിസ്കാരം തെറ്റിച്ച് ഫസാദാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് ആ ഉറങ്ങിക്കിടക്കുന്ന ആളെങ്ങാനും എണീറ്റാൽ ഞാൻ ഫസാദാക്കിയത് തിരുത്തി ബോധ്യപ്പെടുത്തി നിസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞ് രണ്ടാമത് നിസ്കരിപ്പിക്കാൻ ഈ കിടന്നുറങ്ങുന്ന ആലിമിനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിസ്കരിക്കുന്നവന്റെ അടുത്ത് പോയി അവന്റെ നിസ്കാരം ബാത്തിലാക്ക എന്ന് പറയുന്നത് ഒരു പാഴ്പണിയായി പോകും. അതുകൊണ്ട് ഈ ഉറങ്ങുന്നവൻ ഉണരാതിരുന്നാൽ ഏതായാലും ആ വിവരമില്ലാത്തവന്റെ നിസ്കാരം വിവരമില്ലാത്ത കോലത്തിലായതുകൊണ്ട് എന്തായാലും അത് ബാത്തിലായിക്കോളും. അപ്പൊ ഇവൻ ഉണരാതിരുന്ന അത് നന്നാക്കി കൊടുക്കുന്ന പരിപാടി, അയാളുടെ നിസ്കാരം ബാത്തിലായത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ് നന്നാക്കി കൊടുക്കുന്ന പരിപാടി നടക്കാതിരുന്നാൽ കാലാകാലം അയാളുടെ നിസ്കാരം ആ ബാത്തിലാകുന്ന കോലത്തിൽ തന്നെ നിർവഹണം നടന്നോളും. ഇയാൾ ഉണർന്നാൽ ആ നിസ്കാരം അവിടെ നന്നാവും. അതുകൊണ്ട് ഇയാൾ ഉണരാൻ പാടില്ല. ഒരുപാട് ആളുകളുടെ നിസ്കാരം നന്നാക്കി കൊടുത്ത ആളാ ഈ കിടന്നുറങ്ങുന്നത്. ഹബീബായ നബി തങ്ങൾ അപ്പോഴാ പറഞ്ഞത്, നൗമുൽ ആലിമി ഖൈറു മിൻ ഇബാദത്തിൽ ജാഹിൽ. ഒരു ജാഹിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഖൈർ ആലിമിന്റെ ഉറക്കത്തിനാ. ആലിം ഉറങ്ങുന്നതിനെ ഇബ്ലീസ് ഭയക്കുന്നു. ഖൈറായ വിഷയം അതാണ്. ഇബ്ലീസ് ഭയക്കുന്നത് ആലിമിന്റെ ഉറക്കം ഉണരുമോ എന്ന ഭയമാണ്. എന്നാൽ നിസ്കരിക്കുന്നവന്റെ ഇബാദത്ത് ഇബ്ലീസിന് ഭയമില്ലാത്തതാ. നിസ്കരിക്കുന്നവൻ വിവരമില്ലാത്തവനാണ്. ആ നിസ്കരിക്കുന്നവൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും മഹത്വമാണ് ഇൽമിന്റെ മേഖലക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് കേട്ടോളൂ. അഹ്മദ് സമർഖന്ദി പറയുന്നു, അന്നദുറു ഫീ വജ്ഹിൽ ആലിമി ഇബാദ. കേട്ടോളൂ, ഒരു ഉഖ്റവിയായ ആലിമിന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താണ്. ഫന്നദുറു ഫിൽ കഅബ ഇബാദ. കഅബയിലേക്ക് നോക്കി നിൽക്കൽ ഇബാദത്താണ്. വന്നദുറു ഫിൽ മുസ്ഹഫി ഇബാദ. ഖുർആനിൽ നോക്കിയിരിക്കൽ ഇബാദത്താ. ആലിമിന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ആലിം മരിച്ചാൽ കരയാത്തവരാരാ? ആരാ ഒരു ആലിം മരിച്ചാൽ കരയാതിരിക്കുക? ടിപ്പു സുൽത്താന്റെ മരണം നടന്ന സംഭവത്തെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ടെന്ന്. വെയിൽ മങ്ങിപ്പോയി, ഭൂമി പോലും ഘനീഭവിച്ചു, മഴകൾ പെയ്തുപോയി, ഭൂമി പോലും കരഞ്ഞു എന്ന് ആരൊക്കെയോ പറഞ്ഞ പോലെ അത്രത്തോളമായിരുന്നു മഹാനായ ശഹീദെ മില്ലത്തിന്റെ വഫാത്ത്. മുഅല്ലിമുൽ ഖൈരി ഇദാ മാത ബക്കാ അലൈഹി തയ്റുസ് സമാഇ വദവാബുൽ അർദി വഹീതാനുൽ ബുഹൂർ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആലിമുണ്ടല്ലോ. അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ വേർപാടിൽ ഈ ഭൂമിയിലുള്ളതായ പറന്നു നടക്കുന്ന എല്ലാ പക്ഷിപ്പറവകളും കരഞ്ഞു പോകുമേ. ഇഴഞ്ഞു നടക്കുന്ന സർവ്വ ജീവജാലങ്ങളും ഭൂമിയിലെ എല്ലാ പക്ഷി മൃഗങ്ങളൊക്കെ കരഞ്ഞു പോകുമേ. സമുദ്രത്തിന്റെ അടിയിലെ ചെറിയ മത്സ്യങ്ങൾ മുതൽ വലിയ മത്സ്യങ്ങൾ വരെ എല്ലാ ജീവജാലങ്ങളും കരഞ്ഞു പോകുമേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇൽമ്. ഇൽമിന് മഹത്വമുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുന്നിൽ പോവാം. ഒരു പണ്ഡിതനെ സന്ദർശിക്കാൻ പോവാം, ഒരു ആലിമിനെ സന്ദർശിക്കാൻ പോവാം. ചെറിയ കാര്യം. ഒരു ആലിമിനെ സന്ദർശിക്കാൻ പലപ്പോഴും അത്തിപ്പറ്റ ഉസ്താദൊക്കെ പലരും കാണാൻ പോവാറുണ്ട്. മഹാനായ വവാട് ഉസ്താദിനെ കാണാൻ പോവാറുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മഹാന്മാരായ ഒരുപാട് സയ്യിദന്മാരെ കാണാൻ പോവാറുണ്ട്. ആലിമാണൊന്ന് ദ്വാരപ്പിക്കാൻ. എന്താ അതിന്റെ ഗുണം? എന്താണ് അതിന്റെ ഗുണം? ബൈത്തുൽ മുഖദ്ദസ് സിയാറത്തിന് പോയാൽ കിട്ടുന്ന കൂലിയ. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ കിട്ടുന്ന കൂലി എന്താണോ അതാണ് ഒരു ഉഖ്റവിയായ ആലിമിനെ കാണാൻ പോയാ. അപ്പൊ എന്താ ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്താ കിട്ടുന്ന കൂലി? ബൈത്തുൽ മുഖദ്ദസ് നല്ലോണം സിയാറത്തിനാണ് ഒരാൾ പോയിട്ടുള്ളത് എങ്കിൽ അവന് നരകം ഹറാമാ. അവന് 1000 ഷഹീദിന്റെ പദവിയാ. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ഉഖ്റവിയായ ആലിമിനെ കാണാൻ പോയാലും ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്താൽ കിട്ടുന്ന അതേ കൂലി കിട്ടുമെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും അവർക്ക് അംഗീകാരം. ഉഖ്റവിയായ ആലിം സ്വർഗത്തിന്റെ കവാടത്തിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു മരമുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത അതിന്റെ ചുവട്ടിൽ ഒരു പാലരുവി, ഒരു ചെറിയ പുഴ പോലത്തെ ഭാഗം മരത്തിന്റെ ചുവട്ടിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. സ്വർഗം കാണുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചതാണ്. ആർക്ക് വേണ്ടിയിട്ട് ആ മരത്തണലും ആ പാലരുവിയും അള്ളാഹു വെച്ചതെന്നറിയോ? അത് ആലിമിനാണ്, മുത്തഅല്ലിമിനാണ്.
ആലിമിന്റെയും മുതഅല്ലിമിന്റെയും മാതാപിതാക്കൾക്കാണ്. ആലിമിന്റെയും മുതഅല്ലിമിന്റെയും മാതാപിതാക്കൾക്ക് അല്ലാഹു ആദരവിന്റെ കിരീടം ചാർത്തുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട ജീവിതങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്ന് മഹാന്മാരായ ഉലമാ നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാന്മാരായ ഉലമാ അത്ഭുതപ്പെടുത്തി. ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം, അതേ ചോദ്യം തന്നെ അടുത്ത ആളും പോയി ചോദിക്കാം, അതേ ചോദ്യം തന്നെ പിന്നൊരാൾ ചോദിക്കാം. അങ്ങനെ ജ്ഞാനികളായ ഒരു 10ഓളം ആളുകൾ ഖവാരിജുകളിൽ നിന്നും രംഗത്ത് വന്നു. അവർക്ക് ഒറ്റ കാര്യം മനസ്സിലായാൽ മതി, അന മദീനത്തുൽ ഉൽമി വഅലിയും ബാബുഹ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് വരാനുള്ള കവാടം എന്റെ അലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വർത്താനം അതുപോലെ തന്നെയാണോ? അലി ഇൽമിന്റെ കവാടത്തിനൊക്കെ പറ്റിയ ആളാണെന്ന് അറിയണം. അതിനുവേണ്ടി ഇവർ തീരുമാനിച്ചു. അവരങ്ങനെ ചോദിക്കാൻ തീരുമാനിച്ചു. ഇൽമിന്റെ കവാടത്തിനുള്ള യോഗ്യതയുണ്ടോ മഹാനായ അലിയാർ തങ്ങൾക്കെന്നറിയാൻ വേണ്ടി അവർ വന്നു. ഖവാരിജുകൾ വന്നു, ചോദ്യം തുടങ്ങി. ഒന്നാമത്തെ ആള് വന്നിട്ട് ചോദിക്കാണ്, ഇൽമും പണവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ആള് വന്നു, ഒന്നാമത്തെ ചോദ്യം, ഇൽമും ധനവും തമ്മിലുള്ള വ്യത്യാസം. അലിയാർ തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ അനന്തരാവകാശികൾ, ഇൽമിന്റെ അനന്തരാവകാശികൾ അമ്പിയാക്കൾ, അമ്പിയാക്കൾ, അമ്പിയാക്കൾ അവരാണ് അനന്തരം കൊടുത്തിട്ടുള്ളത്. ധനത്തിന്റെ അനന്തരാവകാശികൾ ഖാറൂൻ മുതലാളിയും ഫിർഔൻ മുതലാളിയുമാം. വന്നാക്ക് സന്തോഷായി. ഇൽമും ധനവും തമ്മിലുള്ള മാറ്റം ബോധ്യ. അയാൾ പോയി. രണ്ടാമത്തെ ആള് വന്നു, എന്നിട്ട് ചോദിച്ചു, ഇൽമും ധനവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അലി റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ആൾക്ക് കൊടുത്ത മറുപടി ആദ്യത്തെ ആൾക്ക് കൊടുത്ത പോലത്തെ അല്ല. ഇൽമ് നിന്നെ സംരക്ഷിക്കും, ഇൽമ് നിന്നെ സൂക്ഷിക്കും, മുതലിനെ നീ സൂക്ഷിക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. അയാൾക്കും സന്തോഷായി. മൂന്നാമത്തെ ആള് വന്നിട്ട് ചോദിച്ചു, ഇൽമും ധനവും തമ്മിലുള്ള വ്യത്യാസം. ഇൽമ് കൂടുതലുള്ള മുതലാളി ആലിമല്ലേ? ആലിമായ ആള്, ഇൽമു കയ്യിലുള്ളവൻ ആലിമല്ലേ? അയാൾക്ക് മിത്രങ്ങൾ ഒരുപാടുണ്ടാകും. അങ്ങനെയുണ്ട്. ഒരു മുസ്ലിയാർക്ക് ധാരാളം കൂട്ടുകാരന്മാരുണ്ടാവും. എന്നാൽ മുതലാളിക്ക് ശത്രുക്കളാ കൂടുതൽ. അസൂയാലുക്കളും ശത്രുക്കളായ മുതലാളിക്ക് കൂടുതൽ. അയാൾക്കും തൃപ്തിയായി. നാലാമത്തെ ആള് വന്ന് ചോദിച്ചു, ഇൽമും ധനവും തമ്മിലുള്ള വ്യത്യാസം. ഇൽമ് ചെലവാക്കുമ്പോൾ അത് കൂടുതൽ ഉണ്ടായി വരും, ധനം ചെലവാക്കുമ്പോൾ അത് തീർന്നു പോകുന്നു. അയാൾക്കും സന്തോഷമായി. അഞ്ചാമത്തെ ആള് വന്ന് ചോദിച്ചു, ഇൽമും ധനവും തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞു, പണക്കാരൻ പിശുക്കനാണെന്ന് പറയും, ആലിമിനെ കുറിച്ച് പറയാ അല്ലാഹുവിനെ പേടിയുള്ളവനെന്നാ പറയാ. അയാൾക്കും സന്തോഷമായി. അടുത്ത ആള് വന്ന് ചോദ്യം അത് തന്നെ. അലിയാർ തങ്ങളുടെ മറുപടി, ഇൽമ് കള്ളൻ കൊണ്ടുപോകൂല, എന്നാൽ ധനം കള്ളൻ കൊണ്ടുപോകും. അയാളും മടങ്ങിപ്പോയി. ഏഴാമത്തെ ആള് വന്നു, ഇൽമും ധനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അലിയാർ തങ്ങളുടെ മറുപടി, ഇൽമുള്ളവന് ശഫാഅത്ത് ചെയ്യാൻ കഴിയും മഹ്ശറയിൽ. ആലിമ് ശഫാഅത്ത് ചെയ്യും. എന്നാൽ ധനമുള്ളവന് കടുത്ത ഹിസാബായിരിക്കുമെന്ന് സയ്യിദുനാ അലി. ഇൽമുള്ളവൻ ശഫാഅത്ത് ചെയ്യുമ്പോൾ ധനമുള്ളവൻ കടുത്ത ഹിസാബിലായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, യസ്ഫഉ യൗമൽ ഖിയാമത്തി സലാസ. 3 വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ ശുപാർശകൾ ചെയ്യുന്നവരാണ്. അതിന് കഴിയുമവർക്ക്. 1 അമ്പിയാക്കൾ, 2 ആലിമീങ്ങൾ, 3 ശുഹദാക്കൾ. ഇബ്നു മാജ അടുത്ത സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. ഖവാരിജുകളിൽപ്പെട്ട 8ാമത്തെ ആള് വന്നു. 8ാമത്തെ ആള് ചോദിച്ചു, ഇൽമും ധനവും തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞു, 8ാമത്തെ ആളോട് പറഞ്ഞു, ധനം പഴുകിയാൽ അത് നശിച്ചു പോകും, എന്നാൽ ഇൽമു പഴുകിയാൽ പഴയ ഇൽമ് അതിന് മാറ്റുകൂടും. 9ാമത് ആള് വന്നു. ചോദ്യം അത് തന്നെ. മറുപടി കേട്ടോളൂ. 9ാമത്തെ മറുപടി, ഇൽമു കയ്യിലുണ്ടെങ്കിൽ ഖൽബിൽ ഒരു വെളിച്ചമാണ്. പണം കയ്യിൽ കൂടിയാൽ ഖൽബിന്റെ അകത്തേക്ക് ഒരു കടുപ്പം വന്നുകൂടുമേ. അല്ലാഹു കാക്കട്ടെ. പണം കയ്യിൽ കൂടിയാൽ ഖൽബിൽ കടുപ്പം കൂടും. 10ാമത്തെ ആള് വന്നു. ചോദ്യം ഒന്ന് തന്നെ. ഉത്തരം കേട്ടോളൂ. താൻ റബ്ബാണെന്ന് പണമുള്ളവൻ വാദിച്ചേക്കാം. ഫറോവ വാദിച്ചിട്ടുണ്ട്, താൻ റബ്ബാണെന്ന് വാദിച്ചു.
പണം കൂടുമ്പോൾ താൻ വലിയൊരു റബ്ബാണെന്ന് വാദിക്കും. എന്നാൽ പണം അല്ല, ഇൽമ് കയ്യിലുള്ളവൻ വാദിക്കും അവന്റെ റബ്ബ് അള്ളയാണ്, അവൻ അടിമയാണെന്ന് വാദിക്കും. ഇത് കേട്ടപ്പോൾ ഖവാരിജുകൾ തീരുമാനിച്ചു, 10 ആള് പോയി ഒറ്റ ചോദ്യം, 10 ആൾക്ക് കിട്ടിയത് 10 മറുപടി. അലി ഇൽമിന്റെ ബാബ് തന്നെയാ, ഇൽമിന്റെ കവാടം തന്നെയാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെറുതെ അല്ല. അപ്പൊ ഇത് സംബന്ധമായി ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറിവ് സമ്പാദിക്കുന്ന രീതികൾ ഏത് പ്രായത്തിലും, ഏത് കലാലയത്തിലും, ഏത് ഭാഷയിലും, ഏത് സബ്ജക്റ്റിലും അള്ളാന്റെ പൊരുത്തനിക്ക് കിട്ടണം. അറിവ് തേടൽ വലിയ അമലാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ എടുക്കുന്ന അമല് എനിക്ക് പ്രയോജനമുള്ളതാവണം എന്ന ഒരു ചിന്ത കൊണ്ട് നമ്മൾ നമ്മെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അറിവിന്റെ വാതായനങ്ങൾ നമ്മുടെ ഖൽബിൽ ഈമാന്റെ വെളിച്ചത്തിലേക്കാ തുറക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചു. പല എക്സാമുകളും അഭിമുഖീകരിക്കുന്ന പലർക്കും വേണ്ടി എളുപ്പമാക്കണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ, ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സ്ഥാപനങ്ങൾ നഷ്ടത്തിലാ, കച്ചവടം കുറവാ, പലരും ദുആരക്കാൻ പറഞ്ഞു, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജ് ഉംറ സിയാറക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, നീ എളുപ്പത്തിലാക്കുക അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, അവിചാരിത നേരത്ത് സംഭവിക്കുന്ന രോഗങ്ങള്, താങ്ങാൻ പറ്റാത്ത ദുരന്തങ്ങൾ, ദുരിതങ്ങൾ നീ കാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പല ആവശ്യങ്ങളുമായി നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങുന്നവരുണ്ട്. അല്ലാഹുവേ, പേപ്പർ വർക്കുകൾ മറ്റും കാര്യങ്ങൾക്കുമൊക്കെയായി അല്ലാഹുവേ നീ എളുപ്പത്തിലാക്കണേ അല്ലാ, എളുപ്പത്തിലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ അമലുകൾ കൊണ്ട് ഞങ്ങൾക്ക് ആസ്വാദനം നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.